ഇലക്ഷൻ എത്തി, സർവേകളെല്ലാം വന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മനോരമ ന്യൂസ് വി.ഡി. സതീശൻ തേച്ചോ എന്നുള്ളൊരു സംശയം. കാരണം സർവേയിൽ പിണറായിക്ക് വോട്ട് കൂടി എന്നാണ് പറയുന്നത്. ഞാൻ സാറിന് വാർത്ത കാണിച്ചു തന്നത്. അപ്പോൾ അതിൽ വോട്ട് കൂടി എന്നാണ് പറയുന്നത്. വി.ഡി. സതീശൻ നേരെ താഴേക്ക് പോരുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മലക്കമറിച്ചിൽ? അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ എല്ലാ സർവേകൾക്കും ഒരു പരിമിതിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേയുടെ സാമ്പിൾ സർവേ ആണ്. അപ്പോൾ അതിനകത്തൊരു കാര്യം, ഈ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ബന്ധമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം. അതായത് പോപ്പുലേഷനാണ് നമ്മുടെ വോട്ടർമാർ, മൊത്തം വോട്ടർമാർ, അതാണ് പോപ്പുലേഷൻ. ആ മൊത്തം വോട്ടർമാരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം സാമ്പിൾസിന്. അത് ഏജ് വൈസ് ഉണ്ടാകണം, റിലീജിയൻ വൈസ് ഉണ്ടാകണം, കാസ്റ്റ് വൈസ് ഉണ്ടാകണം, എഡ്യൂക്കേഷൻ വൈസ്, ഇങ്ങനെ ഒരു 100 കാരണങ്ങളുടെ എടുത്തിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരണം. ഈ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി 1-to-1 കറസ്പോണ്ടൻസ്, ഒന്നോടൊന്ന് സാമ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സാമ്പിൾ സർവേയിൽ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യം. ഇനി കേരളത്തിലാണെങ്കിൽ ഒരു കാര്യം, ആർക്ക് വോട്ട് ചെയ്യുമെന്നൊരു മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മലയാളി സത്യം പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ സർവേക്ക് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ഊഹിച്ചെഴുതാനല്ലാതെ ഇവൻ എന്താണ് എന്ന് പറയില്ല. ഇത് പിണറായിയുടെ കാര്യത്തിലും സതീശൻ്റെ കാര്യത്തിലും ഒക്കെ ബാധകമാണ്. പക്ഷേ സർ, വി.ഡി. സതീശന് ഒരു ഘട്ടത്തിൽ നമ്മളൊരു ജനപ്രീതി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞില്ലേ കാര്യങ്ങൾ? അല്ല, ജനപ്രീതി ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇതുപോലെ പെരുമാറിയ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതെ, ഈ സർവേയുടെ ഗ്രാഫ് നോക്കുമ്പോൾ സാർ കണ്ടു കാണും. അതായത് മോശം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം എങ്ങനെ മോശം എന്ന് കാണിക്കുന്നത് 35.7% പേരാണ്. സത്യത്തിൽ അതൊരു ശരിയായ വിലയിരുത്തൽ കൂടിയല്ലേ? അല്ല, ശരിയായ വിലയിരുത്തലാണ്, അല്ലെങ്കിലും ശരിയാണ്. ഈ സതീശൻ ഒറ്റ ഭാവമാണ്, ഏകഭാവത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ എപ്രകാരമാണോ നമ്മളിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് സതീശൻ്റെ ഈ അസംബ്ലിയിലെ പ്രകടനം. സതീശൻ എഴുന്നേറ്റ് നിൽക്കുന്നത് രോഷത്തോട് കൂടിയിട്ടാണ്. ആ രോഷമാണ് സതീശൻ്റെ അടിസ്ഥാന ഭാവമായിട്ട് വരുന്നത്. ആ രോഷത്തോടു കൂടി അദ്ദേഹം പ്രതികരിക്കുകയാണ്. അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലുണ്ടായേക്കണ നല്ല പ്രതിപക്ഷ നേതാക്കളുണ്ടല്ലോ. നമുക്കെത്ര EMS നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു, കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ AK ആൻ്റണി പ്രതിപക്ഷ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു, VS അച്യുതാനന്ദൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ ഒരുപാട് പേര്, TK നായനാർ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവരെല്ലാവരും തന്നെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും എപ്പോഴും എഴുന്നേറ്റ് നിന്ന് രോഷത്തോടു കൂടി മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. അവർ ഫലിതം പറയാറുണ്ട്. ഉമ്മൻചാണ്ടി വളരെ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, പക്ഷേ കാര്യമാത്ര പ്രസക്തമായി പറയുകയും ഒരു ആർഗ്യുമെൻ്റ് വെക്കാൻ കഴിയുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇവരൊക്കെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ നേതാക്കൾക്ക് എല്ലാവർക്കും ഒരു ആർഗ്യുമെൻ്റ് അസംബ്ലിയിൽ വെക്കാൻ കഴിയുമായിരുന്നു. സർ, ഞാനൊരു കാര്യം ചോദിച്ചു, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ടേമാണ് പാർട്ടിയെ നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യപ്രാപ്തി ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കുമല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് അങ്ങനെ ഇരുന്നിട്ടുണ്ടാവുക. ബാക്കി സ്പ്ലിറ്റ് കാര്യങ്ങളൊക്കെ വേറെ. പക്ഷെ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണോ സതീശൻ? ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മോദിക്കൊത്ത ഒരു പ്രതിപക്ഷ നേതാവല്ല. മോദി നേരിടുന്ന ഏറ്റവും വലിയ ദുർഗതി എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഇറസ്പോൺസിബിളായ പ്രതിപക്ഷ നേതാവ്. അതാണ് ഞാൻ പറഞ്ഞ, ഒരു ആർഗ്യുമെൻ്റ് അല്ല പ്രസൻറ്റ് ചെയ്യുന്നത്, പകരം റിയാക്ഷൻസാണ് പറയുന്നത്. നിങ്ങൾ സതീശൻ്റെ പെർഫോമൻസ് എല്ലാം എടുത്തു നോക്കിക്കോളൂ.
സതീശൻ്റെ പെർഫോമൻസ് എല്ലാം റിയാക്ഷൻസാണ്, ആർഗ്യുമെൻറ്റ്സ് അല്ല. ഒരു ആർഗ്യുമെൻറ്റ്, പിണറായിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായിക്ക് ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിക്കുകയും ചെയ്യാം, വിയോജിക്കുകയും ചെയ്യാം. പിണറായി അങ്ങനെ ഈ ആളുകളോടൊക്കെ സംപ്രീതനായി പെരുമാറി അങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരാളേ അല്ല. പക്ഷേ പിണറായി ഒരു ആർഗ്യുമെൻറ്റ് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള പിണറായിയുടെ കഴിവുണ്ട്. സതീശൻ ഇല്ലാതെ പോകുന്നത് ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അത് സതീശൻ ഇല്ലാതെ പോകുന്നതാണോ, ഒരു ആർഗ്യുമെൻറ്റ് ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് പഠിക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, അവരുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ഇങ്ങനെ പെരുമാറാൻ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അരോചകം തന്നെയാണ് എപ്പോഴും. രാഹുൽ ഗാന്ധി ആ പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് പോലെ അരോചകമായിട്ട് വേറെ എന്തുണ്ട്? ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണോ ആർഗ്യുമെന്റ് ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കുമ്പോഴും അദ്ദേഹം കുറച്ച് രോഷത്തോടെ പറയുമ്പോഴും അതിനൊരു ലിമിറ്റുണ്ട്, കൺട്രോൾഡ് ആണ്. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന നേതാവിന് അതില്ല. അപ്പോൾ ഒരു പക്ഷേ സതീശന് പോരാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളൊരു അടി വരുന്നത് ഇതുകൊണ്ട് കൂടിയാകുമോ? ഇദ്ദേഹം നയിക്കാൻ പറ്റില്ല. പ്രജിത പറയുന്നത് സതീശൻ്റെ പെർഫോമൻസ് ഒരു ഇമ്മച്യൂരിറ്റി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസിൽ ഒരു ഇമ്മച്യൂരിറ്റി എപ്രകാരമാണോ ഉള്ളത്, അതേ രീതിയിലുള്ളൊരു ഇമ്മച്യൂരിറ്റി സതീശൻ്റെ പെർഫോമൻസിലും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്മച്യൂറായ നേതാവിന് ഒരു കാരണവശാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരും കാണില്ല. അത് ഒരു മലയാളിയല്ല ആരായിരുന്നാലും അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ബാക്കി ഞാനീ പറഞ്ഞ നേതാക്കളെല്ലാവരും തന്നെ അവർ മുഖ്യമന്ത്രിയുമായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവുമായിട്ടുണ്ട്. അവർ പ്രതിപക്ഷ നേതാവായതിനു ശേഷം മുഖ്യമന്ത്രിയുമായിട്ടുണ്ട്. കെ കരുണാകരനൊക്കെ നല്ല ഉദാഹരണം. പക്ഷേ കരുണാകരൻ്റെയൊക്കെ പെർഫോമൻസിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു നേതാവ് വന്നുമ്പോൾ നമ്മളെ ഭരിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ മെച്യൂറാണെന്നും കൂടി ധാരണ ഉണ്ടാകണം. അല്ലെങ്കിൽ രാജ്യം അപകടത്തിൽ ചെന്ന് ചാടും. ഉദാഹരണം പറഞ്ഞുതരാം, ഉക്രൈനിൽ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇമ്മച്യൂർ നേതാവിന് ഉക്രൈൻകാർ വോട്ട് നൽകി തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ കെടുകാര്യസ്ഥത മൂലം ആ രാജ്യം 4 കൊല്ലമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ആ രാജ്യം തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇമ്മച്യൂരിറ്റി ഇദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്കുള്ള പ്രകടനത്തിൽ കാണാൻ കഴിയും. അതിനൊരു പക്ഷേ പലരും പറയുന്നത് മാർക്സിസ്റ്റുകാരോട് എതിർക്കുമ്പോൾ അങ്ങനെ മാർക്സിസ്റ്റുകാരോട് എതിർത്തവരാണല്ലോ എ കെ ആൻ്റണി. കെ കരുണാകരനും എ കെ ആൻ്റണിയും പിന്നെ ഉമ്മൻചാണ്ടിയും എല്ലാം മാർക്സിസ്റ്റുകാരോട് എതിർത്തിട്ടുണ്ടല്ലോ. അത് അതിശക്തമായി എതിർത്തിട്ടില്ലേ? ഉമ്മൻചാണ്ടി ഏറ്റവും ശക്തമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ആർഗ്യുമെൻറ്റ്സ് ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ഉന്നയിക്കുമ്പോഴും ഭാഷയിൽ ശ്രദ്ധയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയെ വിശേഷിപ്പിച്ച ഭാഷ നമ്മളെല്ലാവരും കേട്ടതാണ്. അത് ഒരു അസംബ്ലിയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഭാഷയാണ്. അവൻ എന്ന് പറഞ്ഞത് വരാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം എന്നാണ് ഒരു വാക്ക്. അത് നമുക്ക് ആ ബഹുമാനം ഉണ്ടായിട്ടല്ല, പക്ഷേ അസംബ്ലിയിലും പാർലമെൻറ്റിലും എല്ലാം പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് ഭാഷ ഉപയോഗിക്കേണ്ടത്. ആ ഭാഷ അല്ല ഉപയോഗിച്ചത്. ആ ഭാഷ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ കളവ് പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വിഷ്വൽ ഇത് കിടക്കുകയല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ അത് എന്നാ പറഞ്ഞാൽ മതി, അത് കൈവിട്ട് പോയതാണ്, ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്, ജനങ്ങളും അംഗീകരിക്കുക. കൈവിട്ട് പോയതാണ്, ആ സമയത്ത് രോഷം വന്നപ്പോൾ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ പിന്നെ എപ്പോൾ വരുമ്പോഴും എന്താ പറയണ, ഞാൻ 20 കൊല്ലമായിട്ട് ഇതിലുണ്ടെന്നാ പറയണ. 50 കൊല്ലമായിട്ടുണ്ടായിരുന്നു മാണി സാറേ. 20 കൊല്ലം പറയുമ്പോൾ 50 കൊല്ലമായിട്ടുണ്ടായിരുന്നു മാണി സാറ്, 48 കൊല്ലമോ മറ്റോ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി.
ഇവരുമൊക്കെ ഉണ്ടായിരുന്നവരാണ് അവിടെ. അവരുടെയൊക്കെ പെർഫോമൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിൻ്റെ അന്തസ്സ്, പ്രതിപക്ഷ നേതാക്കളാരും തന്നെ ഈ തുണിപൊക്കി കാണിക്കുക തുടങ്ങിയിട്ടുള്ള വൃത്തികേടുകളൊന്നും കേരള അസംബ്ലി ചെയ്തിട്ടില്ല. എല്ലാവരും അവരുടെ മാന്യത വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു മാന്യത ഇല്ലാത്ത സംഭാഷണം വരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ജനാധിപത്യത്തിൽ നമ്മൾ സംവാദത്തിലാണ് ഏർപ്പെടുന്നത്. സംവാദത്തിൽ എപ്പോഴും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകണം. പ്രതികരണം മാത്രം പോരാ. പ്രതികരണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് വെക്കുമ്പോഴേ ആ ആർഗ്യുമെൻറ്റിനോടും പ്രതികരണം വരുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെ ആർഗ്യുമെൻറ്റ്സിനോടുള്ള പ്രതികരണം അല്ലാത്ത വേറെ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റും പ്രതിപക്ഷ നേതാവ് നിലക്ക് സതീശൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാകാം ഒരു പക്ഷേ ജനങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് മാർക്ക് കുറച്ചിട്ടിരിക്കുന്നത്. അതും ഈ സർവേ എത്രയ്ക്ക് ശക്തമാണെന്നും എത്രയ്ക്ക് ശരിയാണെന്നും എനിക്കറിയില്ല. പക്ഷേ മനോരമ സതീശന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്കും അറിയാം കാര്യം. പക്ഷെ അപ്പോൾ അവർ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വസ്തുത ഉണ്ട് എന്ന് നമുക്ക്. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്കിത് നിർത്താം. അതായത് രമേശ് ചെന്നിത്തല അദ്ദേഹം പലപ്പോഴും സഭയിൽ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വി.ഡി. സതീശനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ പക്വമായ രീതിയിലല്ലേ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്? അല്ല, അത് രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഈ ട്രഷറി ബെഞ്ചിനെതിരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പല മന്ത്രിമാരെയും രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എക്കത്തിനൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ഭാഷ ഉപയോഗിക്കുന്നതിലും ഗസ്റ്റേഴ്സിലുമെല്ലാം രമേശ് അസാമാന്യമായ മിതത്വം പാലിക്കാറുണ്ട്. രമേശിൻ്റെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് ഒരാൾക്കെതിരെയും വരില്ല. പക്ഷേ ഗവൺമെൻറ്റിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ രമേശ് മടിച്ചിട്ടുമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പാർലമെൻ്ററി സംസ്കാരത്തിൻ്റെ ഭാഗവും കൂടിയാണ്. നമുക്കൊരാളോട് വിയോജിക്കാം. ആ വിയോജിപ്പ് ശക്തമായ ഭാഷയിൽ പറയുക എന്ന് പറഞ്ഞാൽ വികാരവിക്ഷുബ്ധമായി പറയുക എന്നല്ല അർത്ഥം. ഏറ്റവും അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് ശക്തമായ ഭാഷ എന്ന് പറഞ്ഞാൽ. കാരണം കേൾക്കുന്നവൻ്റെ മനസ്സിലേക്ക് നേരിട്ട് ചെന്ന് പതിക്കത്തക്ക വിധത്തിൽ അത് പറയണം. അങ്ങനെ പറയുന്നൊരു രീതിക്ക് പകരമായി നിന്നുകൊണ്ട് വികാരവിക്ഷുബ്ധനായി രോഷാകുലനായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് സതീശൻ്റേത്. അങ്ങനെയല്ല രമേശ് ആ പഴയ സ്കൂളിൽപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രമേശ് ഈ വക കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അവതരിപ്പിക്കുക. രമേശ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുക. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴും എ കെ ആന്റണി വളരെ അപൂർവമായിട്ടാണ് സംസാരിക്കാറ് തന്നെ ഉണ്ടായിരുന്നത്. കരുണാകരനും അങ്ങനെ തന്നെയാണ്. അവർ എല്ലാ ദിവസവും മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ പറയുന്നില്ല. അതിന് മറ്റു പലരുമാണ് അതിനൊക്കെ മറുപടി പറയുക, ഓരോരുത്തരും. കാരണം ഞാൻ ഈ അസംബ്ലി കവർ ചെയ്യാൻ വേണ്ടി പോയിരുന്ന കാലത്ത് ഒരു CPI ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി മരിച്ചപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ പ്രതികരണമാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും മാന്യനായിരുന്നു എന്നാണ്. അതെല്ലാവരും ഉടനെ തന്നെ അതെങ്ങനെ പറഞ്ഞപ്പോഴേക്കും മാന്യനായിരുന്നല്ലേ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കരുണാകരൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറയുക എന്നല്ലാതെ അതിനെ വ്യക്തിപരമായിട്ട് മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് രമേശ് ചെന്നിത്തലയേക്കാൾ ഒരു പക്ഷേ കോൺഗ്രസ്സിൽ സ്വീകാര്യത സതീശനായിരിക്കും. പക്ഷെ ആളുകൾക്ക് ആ സ്വീകാര്യത ഇല്ല എന്നാണ് മനോരമയുടെ സർവേ സത്യമാണെങ്കിൽ നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.